Watch India's largest kids library only on Jio Hotstar. Download the app now. എങ്ങനെയുണ്ട് നോക്ക്. ഇത്രയും വർഷത്തെ പ്രയത്നം കൊണ്ട് ഇതിന്റെ സൂപ്പർ പവർ ഞാൻ നേടിയെടുത്തു. എന്റെ ഈ മുടി കല്ല് മാത്രമല്ല മല വരെ പൊടിക്കും. ഓഹോ, ചിക്കൻ, നൂഡിൽസ്, കബാബ്, ബിരിയാണി തുടങ്ങിക്കോ. പേടിച്ചോടുന്നതിന് പകരം ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾക്ക് ആരോഗ്യം അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം തരൂ. അല്ലെങ്കിൽ എല്ലാത്തിന്റെയും തോല് പൊളിച്ചെടുക്കും ഞാൻ. ഉന്നതരോട് പറയൂ എന്നെ വിളിക്കാൻ. ഇപ്പം മുതൽ ഇന്നു മുതൽ ഈ നഗരം എന്റെ അധീനതയിലായിരിക്കും, കേട്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എവിടെന്നാണ് ആ ശബ്ദം വരുന്നേ? അങ്കിൾ, ഇത് ഞങ്ങളുടെ സിറ്റിയാണ്. ഇവിടുന്ന് ആരും എങ്ങോട്ടും പോവില്ല. എന്തൊരു അതിബുദ്ധിയാണെന്ന് നോക്കണേ. ഈ മഞ്ജുജനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. ഓ കുട്ടി അവിടുന്ന്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നാ പേടിച്ചോടാ. എന്റെ നഗരത്തിൽ ആരങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത്? ആരാണെന്ന് ചോദിച്ചില്ലേ? ആരാണ്? അതെ, ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അതിന് ഉത്തരം പറയാൻ എന്തിനാ എന്നെ കാറ്റത്ത് എറിഞ്ഞത്? You're welcome, friends. ഈ പോണിറ്റെയിൽ ആൾക്കാരെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. അവരുടെ മുടി മാറ്റാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കാണോ? കൊള്ളാം. ഇവിടെ ഉള്ള ജനങ്ങൾ അവർക്ക് താമസിക്കാനായിട്ട് ഒരു ബംഗ്ലാവ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും പേടിച്ചിരിക്കുകയാണ് ശിവ. അന്നേരം അവിടെ വഴക്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ പഴയ ഡയലോഗ് കാഴ്ചയിൽ എന്തായിരുന്നു സാറേ? അതായത് ഇവിടെ 50 കിലോമീറ്റർ വളരെ ദൂരെ. ഇത് കേട്ട അവന്മാര് നേരെ തന്നെ ജയിലിലേക്ക് ഓടി വരുമായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുമില്ലായിരുന്നു, അറിയാലോ. ഒന്നും വേണ്ട മോനെ, ഞാനിനി ആരോടും ഒന്നും പറയില്ല. ഇനി മുതൽ ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരം വരെ അയാള് മുടി കറക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റും. അതെ, കേട്ടോ? നീ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ആ മഞ്ജൂരിയന്റെ മുടിക്ക് ഭയങ്കര ശക്തിയാണ് കൂട്ടരെ. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഗ്രാമത്തിലൊക്കെ മുതിർന്നവര് പറയുന്നത് കേൾക്കാറുണ്ട്, ഒരു രാക്ഷസികളുടെ മുടി വെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ പറയുന്നത് അനുസരിക്കൂന്ന്. ആദ്യം നീ ഭയങ്കര മിടുക്കനാ. ഞങ്ങളുടെ കാര്യം പെട്ടെന്ന് സോൾവ് ആക്കിയല്ലോ നീ. എന്ത് ശരിയാണോ?
അല്ലേലും ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ഭയങ്കര ഇന്റലിജന്റാ. അല്ല, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത പറ? ആ മഞ്ജുര്യൻ അവന്റെ കൂട്ടുകാർക്കും കൂടുതൽ ശക്തിയുള്ളത് ആ മുടി കൊണ്ടാ. മുടിയൊക്കെ കട്ട് ചെയ്താല് അവരെല്ലാവരും ലോക്കപ്പിലാകും. ഗ്രേറ്റ് രേവ. ലഡു സിംഗ് സർ, ഇന്ന് രാത്രി അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോണം. ഇത്ര വലിയ ഇൻസ്പെക്ടർ ആയിട്ട് പേടിച്ചു പോയി പേടിത്തൊണ്ടൻ. ഇത് മുടിയാണോ അതോ വല്ല ചങ്ങലയാണോ? മുറിയുന്നേ ഇല്ല. എന്തായാലും പ്രശംസിച്ചേ പറ്റൂ. മുടി മുറിക്കാനായി എന്റെ മുറിയിലോട്ട് എന്നെ കത്തിരി കൊണ്ട് കയറി വന്നല്ലോ. കൊള്ളാൻ കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതങ്ങനെ മുറിയുന്ന സാധനമല്ല. മണ്ടന്മാര്. ഇവനാള് കൊള്ളാം. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പുറത്താക്കി തരാം. യൗവ്വ. ഓ അത് ശരി. അപ്പൊ നിങ്ങളാണ് ചോട്ടി ഗ്യാങ് അല്ലേ? ഇപ്പൊ ഞാനൊരു രാഗം ആലപിച്ച് എല്ലാത്തിനെയും ഞാൻ ഇവിടെ ഓടിപ്പിക്കും. ആ ആ, മുടി ആ, മുത്തശ്ശന്റെ പാട്ട് തുടങ്ങിയല്ലോ. ഉള്ളവൻ പോട്ടെ. ഈ കഴുതരാഗം ഒന്ന് വേഗം നിർത്തുന്നുണ്ടോ? ചിക്കൻ, നൂഡിൽസ്, കബാബ്, ബിരിയാണി, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. എന്നെ വിട നിക്കിളിയാക്കല്ലേ, നിക്കിളിയാക്കല്ലേ. ശരി ശരി, ഇനി ഞാൻ പാടില്ല. എന്നെ വിട്ടേക്ക്, ഇനി ഞാൻ പാടില്ല. അയ്യോ, എന്നെ വിട്ടേക്ക്. ഈ മുടിക്ക് ശരിക്കും ഒരു പണി കൊടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ചിലപ്പോ അത് ശരിയാവും തോന്നുന്നു. കേൾക്കൂ. താങ്ക് യു മാനേജരെ. കൊള്ളാം കേട്ടോ, മിടുക്കൻ. ഞാൻ ചോദിച്ചപ്പോ പണം തരാൻ മടിച്ചിരുന്നെങ്കിൽ താൻ ഇന്ന് ഈ 2 കാലിൽ എന്റെ മുമ്പ് വന്ന് നിൽക്കില്ലായിരുന്നു. മനസ്സിലായോ? വാ. മഞ്ജൂരി, ഈ പൈസയൊക്കെ കസ്റ്റമേഴ്സ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അറിയോ? അവര് വിശ്വസിച്ചാണ് ബാങ്കിൽ പണം ഇടുന്നത്. അങ്ങനെ നീ എളുപ്പത്തിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ചെറുക്കന്റെ വായടയ്ക്കാൻ എന്തെങ്കിലും ചെയ്യ, എത്രയും പെട്ടെന്ന്. മനപ്പൂർവ്വം ഞങ്ങളെ ചെളിയിലോട്ട് വീഴ്ത്തിച്ചതാണല്ലേ? എന്തായാലും ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാൻ നോക്ക. അതെ അതെ അതെ, ഇപ്പൊ തന്നെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്.
അതിനു മുമ്പ് നിങ്ങളുടെ മുടിയുടെ പരീക്ഷണം ഒന്ന് ഞാൻ നോക്കട്ടെ. അതുവരെ ഈ ചളിക്കകത്തോണ്ടെന്ന് ഇരിക്കേ. ചെളിക്കകത്ത് ഇളകി ഇളകി ആകെ ക്ഷീണിക്കുന്നുണ്ടാവുമല്ലേ? ശരിയാണോ? എന്താ ഇത്? എന്റെ കോടാലി പൊട്ടിപ്പോയി. എന്താ ചെയ്യാ? എന്താ പറ്റിയ കുട്ടി? മുടി മുടിക്കാൻ പറ്റിയില്ല അല്ലേ? നല്ലോണം ശ്രമിച്ചോണ്ടിരുന്നു അവിടെ. എന്തൊക്കെ പറഞ്ഞാലും മുടി മുറിക്കാൻ പറ്റൂല ഉണ്ടന്മാരെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങളങ്ങ് ചതിക്കുഴിയിൽ ഇറക്കാമെന്നോ? 1 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു വരാനുള്ള വഴി അറിയാം. അറിയോ? വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നോളാം. താങ്ക് യു ഗോപി മഞ്ചൂരിയ. നിങ്ങൾ വീണ്ടും എനിക്കൊരു അവസരം തന്നല്ലോ. ഓടിക്കോ. ലട്ടു സിംഗ്, ഇത് തന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. വരൂ കൂട്ടുകാരെ. ശിവ, തത്സമയം നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. എന്തെങ്കിലും പ്ലാൻ ചെയ്യാതെ ഇനി വരാൻ പറ്റില്ല. വേഗം വാ. അവരെ ഓടിപ്പോയെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. അവരെ തിരിച്ചു വരും. നഗരം നമ്മുടെ കാൽ കീഴിലാക്കണം. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ ശിവയെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് എങ്ങനെയെങ്കിലും രാത്രി ഞാൻ അവനെ പിടിച്ചിരിക്കും. ശിവ, നീ നല്ലൊരു ഫൈറ്റർ ആണല്ലോ. ഇപ്പൊ നീ എങ്ങനെ എന്റെ കയ്യിൽ അകപ്പെട്ടു? നിനക്കിനി ഒന്നും എന്നെ ചെയ്യാൻ പറ്റില്ല. കൊള്ളാം. നോക്കിയേ ശിവ, നിന്റെ കൂട്ടുകാരെ എല്ലാരെയും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങളങ്ങ് കൊണ്ടുപോകും. അതിരിക്കട്ടെ, ഇവന്റെ കൂട്ടുകാരനായ ലട്ടു സിംഗ് ഇവിടെ. രക്ഷിക്ക്, എന്നെ രക്ഷിക്കൂ. ഇതൊട്ടും ശരിയല്ല ശിവ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഇത് വല്ലാത്തൊരു ചതിവാ കാണിച്ചത്. എല്ലാരും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു, എന്നെ മാത്രം വലിച്ച് ഇഴച്ച് കൊണ്ടുവന്നിരിക്കുന്ന വേദന. എന്റെ തോല് ഉരിഞ്ഞു പോയി. മര്യാദക്ക് തനിക്ക് വണ്ണം കുറച്ചൂടെ? വെറുതെ കുത്തിയിരുന്ന് വിഴുങ്ങിയാ പോരാ. വരൂ, ഇനി നമുക്ക് പോകാം. മഞ്ജൂരി, കുറെ സമയം ഞങ്ങൾ ഇതിന്റെ അകത്ത് അടച്ചിടാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നീ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പറ്റൂല ശിവ. ഞങ്ങൾ ഇപ്പൊ സിറ്റി മുഴുവൻ കൊള്ളയടിക്കാൻ പോകുക. അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ബൈ ബൈ. ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് അവര് തലയിലുള്ള മുടി കട്ട് ചെയ്യാനും പറ്റില്ല, പൊട്ടിച്ചെടുക്കാനും പറ്റില്ല. പക്ഷേ കൂട്ടിക്കെട്ടാൻ എനിക്ക് പറ്റും. നീ എന്താ പറയാനാ ഉദ്ദേശിക്കുന്നേ ശിവ? കം, I'll show you. എന്തായാലും ഇന്നത്തെ കളക്ഷൻ കൊള്ളാം. ആ കുരുത്തം കെട്ട ശിവയെ അകത്താക്കിയത് നന്നായി. ഇനി ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. നേരം വെളുത്താൽ ഇനി ഞാൻ പറയുന്നത് മാത്രമേ ഈ നഗരം വിശ്വസിക്കൂ. വേദ സിറ്റിയിലുള്ളവർ അത്ര കഴിവില്ലാത്തവരല്ല.
നീ പറയുന്നത് അനുസരിക്കാൻ ഇവിടെ ആരുമില്ല മഞ്ജൂരി. എങ്ങനെയാ പുറത്തുവന്നേ? ബിരിയാണി നൂഡിൽസ് ശരിക്ക് കൊടുത്തോ? അതെ ശിവ, പുറകോട്ടൊന്ന് കുനിയുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? സോറി ലഡ്ഡു സിംഗ് സാർ. മഞ്ജൂരി അങ്കിൾ, നിങ്ങളുടെ ചിക്കൻ നൂഡിൽസ്, ലോലിപോപ്പ്, ബിരിയാണി എല്ലാം താഴെ വീണു. ഇനിയിപ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ശിവ, രണ്ടുപേരുള്ളത് കൊണ്ട് നീ മുടി കൂട്ടിക്കെട്ടി വീഴ്ത്തി. ഇപ്പോ ഞാൻ ഒറ്റയാണല്ലോ. എന്റെ മുടി നീ എങ്ങനെയാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ? വാ, അതേതായാലും കലക്കി ശിവ. ഇതിനാണ് പറയുന്നത് പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക എന്ന്. അറിയോ? ടങ്. ശിവ, ഇവരെ ഒരു കണക്കിനാണ് ഇപ്പൊ നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഈ 4 കൊണ്ടുപോയി നമുക്ക് കടലിലേക്ക് എറിഞ്ഞാലോ? പറ. വേണ്ട ശിവ, ഇവരെ ഏലിയൻസ് ആയിട്ട് വല്ല കൂട്ടുകെട്ടുണ്ടാകും. ഇവരെ എല്ലാത്തിനെയും നമുക്ക് ആകാശത്തേക്ക് പറഞ്ഞേക്കാം. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊക്കെ ചെയ്യരുത്. ഞങ്ങൾ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്താണ് ഇതൊക്കെ പരിശീലിച്ചത്. ഞങ്ങൾ ഇവന്റെ വാക്കേട്ട് വന്നതാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഞങ്ങള് സത്യം പറയുക, ഇനി മേലാല് ഞങ്ങൾ ഒരു തെറ്റും ചെയ്യത്തില്ല. നിങ്ങൾ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ കല സ്വായത്തമാക്കിയത്. പക്ഷേ എന്തിനാ ഇത് തെറ്റായ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നത്? ശിവ, നീ പറഞ്ഞത് എത്ര ശരിയാ. ഞങ്ങളുടെ കെട്ടഴിക്കൂ. ഇനി മുതൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ പ്രയോഗിക്കൂ. ഞാൻ പറയുന്നത് വളരെ സത്യമാ. ശിവ, ശിവ, നീ ഇവന്റെ വാക്കുകളൊന്നും വിശ്വസിക്കരുത്. കള്ളമാണ്. കെട്ടഴിച്ച് കഴിഞ്ഞാൽ മുടി കറക്കി കറക്കി അവൻ എന്നെയാണ് തല്ലുക. ലഡ്ഡു സിംഗ് സർ, അവരുടെ കണ്ണുകളിൽ സത്യത്തിന്റെ നിഴൽ ഞാൻ കാണുന്നുണ്ട്. നന്നവനുള്ള അവസരം നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്, ശരിയല്ലേ? ശരിയാണ്. താങ്ക് യു സോ മച്ച്. ഇന്ന് മുതൽ ഞങ്ങളുടെ കലകൾ ഞങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നതാണ്. ഷേക്ക് ഹാൻഡ്. ഓ, ഷേക്ക് ഹാൻഡ്സ് അല്ല, കൈ കൊടുക്കേണ്ടത് മുടിക്കാണ്. ഇവരുടെ നീളമുള്ള മുടിക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.